ഹായ്! ഇന്നത്തെ റെസിപ്പി ഒരു കൂന്തൽ റോസ്റ്റിൻ്റെയാണ് കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു റോസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സെമി ഗ്രേവി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂന്തൽ നല്ലോണം കഴുകി വൃത്തിയാക്കണം. അത് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് കുക്കർ വെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവെ ചട്ടിയിലാണ് ഉണ്ടാക്കാറ്. ഇന്ന് കുക്കർ വെക്കാൻ കാരണം എനിക്ക് നല്ല കട്ടിയുള്ള കൂന്തലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് വേവാൻ ഇത്തിരി ടൈം എടുക്കും. എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കൂന്തൽ കഴുകുമ്പോൾ നമ്മൾ ഇത്തിരി സുറുക്കും കൂടെ ഒഴിച്ചിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കൂന്തലിന് വേണ്ടി നമ്മൾ എണ്ണ ചൂടായി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ എണ്ണ ചൂടായി വന്ന് അതിൽ നമ്മൾ സവാള ഇട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെന്തൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരുന്ന വരെ നമ്മളൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും നമ്മുടെ കറിക്ക്, ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടും നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ. എന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ട്രാൻസ്പെറൻ്റായി ഒന്ന് ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോൾ, ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഇടുന്നതാണ് നല്ലത് കേട്ടോ. അതൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 2 പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ വേണമെങ്കിൽ നമ്മുടെ വയറിൻ്റെ ടേസ്റ്റ് മാത്രമല്ലല്ലോ, നമ്മുടെ വയറിൻ്റെ ടേസ്റ്റ് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ വയറിന് തണുപ്പായിട്ട് നമ്മൾ കുരുമുളകാണ് ചേർക്കുന്നത്. ഹെൽത്തി ആണല്ലോ അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കുരുമുളക് ചേർക്കുമ്പോൾ നമുക്ക് കളറും നല്ലൊരു കളർ കിട്ടും, ഒരു ബ്ലാക്ക് കളറായിട്ട് കിട്ടും. നല്ലോണം ബ്ലാക്ക് അല്ല, അങ്ങനെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് സെറ്റായി വരുമ്പോൾ നമ്മളിനി അതിലേക്ക് എന്ത് ചേർക്കണം? നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ കൂന്തളിലത്തെ വെള്ളം അതിലേക്ക് ഇറങ്ങണം. അതുപോലെ മസാലയുടെ ഫ്ലേവറൊക്കെ നമ്മളെ കൂന്തളിൽക്കും പിടിക്കണം. അതിന് ശേഷം മാത്രമാണ് ഞാൻ പൊടി ഇട്ട് കൊടുക്കുള്ളൂ. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കൂന്തലും ഒക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് കൂന്തലിന് നല്ലോണം വെള്ളം ഇറങ്ങുകയും ചെയ്യും. മൂടി വെച്ചില്ലെങ്കിലും വെള്ളം ഇറങ്ങും, മൂടി വെച്ചാലും വെള്ളം ഇറങ്ങും. അപ്പം നമുക്ക് ഇത് 5 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കേട്ടോ. ഇനിയാണ് നമ്മളിതിൽ നമ്മളുടെ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യണത്. ഇപ്പോൾ അറിയാൻ മാത്രമൊന്നുമില്ല. 2 ടീസ്പൂൺ മല്ലിപ്പൊടിക്ക് നല്ലോണം വേവുള്ള കാരണം ഞാൻ ഫസ്റ്റ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ മുളകും പൊടി ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ. ഞാൻ മറന്നിട്ടാണ് മുളകും പൊടി എടുത്തത്. പിന്നെ ഞാനത് മാറ്റിയിട്ട് കുരുമുളക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചിടുകയാണ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മളെ മല്ലിപ്പൊടിയും ഒക്കെ കൂടെ വന്നപ്പോൾ തന്നെ നമ്മുടെ കൂന്തലിൻ്റെ ഒരു കളറ് മാറിയിട്ടുണ്ട്. ചിലരിതൊക്കെ റെഡ് ആയിട്ടിരിക്കും, എനിക്ക് അങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല. എനിക്ക് ചെമ്മീൻ റോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ കൂന്തൽ റോസ്റ്റ് ആണെങ്കിലും ഒരു ലൈറ്റ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള കറിയാണ് എനിക്കിഷ്ടം. അതിനൊരു പെർഫെക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില ഇല്ലാത്ത കാരണമാണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ നമ്മുടെ കൂന്തലിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ പൊടികളൊന്നും ചേർക്കണില്ല. ഇനി നമ്മൾ തക്കാളിയും കൂടെ ഇട്ടിട്ട്, ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, 2 സവാള എടുത്തിട്ടുണ്ട്, അത് പറയാൻ മറന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളിനി കൂന്തലൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേയുള്ളൂ കേട്ടോ.
ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഗ്രോസറിയിൽ നിന്ന് അപ്പോഴാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ അപ്പം ഇട്ട് കൊടുത്തത്. നമ്മൾ ഫസ്റ്റ് എണ്ണ ചൂടാകുമ്പോൾ ഫസ്റ്റിലെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇപ്പം എന്നിട്ട് പിന്നെ ഞാൻ മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ച്, കണ്ടില്ലേ നമ്മുടെ കറിയൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കറിയൊക്കെ നല്ല പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇന്ന് ചോറിൻ്റെ കൂടെ ഞാനിന്നിവിടെ സെർവ് ചെയ്യുന്നത് ചോറിനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.